ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ ഒരു വീക്കെൻഡ് പ്രൊമോ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മളെല്ലാവരും ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ് നമ്മുടെ രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ ഗോവിന്ദ് മനസ്സിലാക്കണമെന്നും, അതുപോലെ തന്നെ നമ്മുടെ വിജയലക്ഷ്മി അമ്മയുമായിട്ടുള്ള ആ ഒരു അമ്മയും മോനും സ്നേഹം അത് നമുക്കൊന്ന് കാണണമെന്നൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണല്ലേ. നമ്മളെന്ന് പറയുമ്പോൾ ഗീതാ ഗോവിന്ദം സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചിരിക്കണം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ആ ഒരു അവസരം വന്നിരിക്കുകയാണ് നമ്മുടെ മുന്നിലേക്ക്. അങ്ങനെ ഒരു ഇത് കാണാനുള്ള ആ ഒരു ഭാഗ്യം നമുക്കുണ്ടായിരിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ലൊരു അതിനുള്ളൊരു നല്ലൊരു സമ്മാനം കൊടുക്കേണ്ടത് നമ്മുടെ അവർണികയ്ക്കാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവർണികയുടെ പരിശ്രമം ഒന്നുകൊണ്ടാണ് ഗോവിന്ദ് ശരിക്കും നമ്മുടെ വിജയലക്ഷ്മിയെ മനസ്സിലാക്കാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ അവർണിക നമ്മുടെ കിഷോറിൻ്റെ ഫോണിൽ നിന്നും രാധികാമ്മ ഗീതുവിനെതിരെ വധഭീഷണി മുഴക്കുന്ന ആ ഒരു വീഡിയോ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ അത് നമ്മുടെ ഗീതുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഗീതു അത് നമ്മുടെ ഗോവിന്ദിന് കൊടുത്തിരിക്കണം. അതുകൊണ്ടാണല്ലോ പെറ്റമ്മയുടെ സ്നേഹം ഗോവിന്ദ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ നമ്മുടെ ഗീതു നേരെ നമ്മുടെ ഗോവിന്ദിനെയും കൂട്ടി പോവുകയാണ്. അങ്ങനെ അവർ ചെന്നിട്ട് ഒരു വിജനമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വണ്ടി ഒതുക്കിയതിന് ശേഷം നമ്മുടെ വിജയലക്ഷ്മി അവിടെ വരികയാണ്. അതിനുശേഷം നമ്മുടെ ഗീതു ഇരുന്ന സീറ്റിൽ, മുൻവശത്തെ സീറ്റിൽ നമ്മുടെ വിജയലക്ഷ്മിയെ കയറ്റിയിട്ട് നൈസിന് അജാസിൻ്റെ വണ്ടി കയറി ഗീതു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ അമ്മയും മകനും കൂടി ഒരുമിച്ച് യാത്ര ചെയ്ത് പോവുകയാണ്. അവർ ചെന്നിട്ട് അവർ രണ്ടുപേരും കൂടി മാത്രമായിട്ട് യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവരമ്മയും മോനും ഒരു തണുപ്പുള്ള പ്രദേശമാണ് കാണുന്നത്. അവർ രണ്ടുപേരും അവിടെ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സ് തുറക്കുകയാണ് മകനോട്. അമ്മ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഗോവിന്ദ് അത് വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയാണ്. അതിനുശേഷം അമ്മയും മകനും കൂടി ഒരുമിച്ച് തിരികെ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ഡ്രൈവ് ചെയ്യുകയാണ്. ഗോവിന്ദിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി അമ്മ. എന്നിട്ട് പറയാണ്, മോനെ കണ്ണാന്ന് കേട്ടോ വിളിക്കുന്നത്, മോനെ കണ്ണ, ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് മാത്രമല്ല എന്നും ഞാൻ മാധവേട്ടനെയും നിന്നെയും ഒരിക്കലും ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദിനോട് നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച ഭാഗങ്ങളൊക്കെ തന്നെയായിരുന്നു ഇത്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒരുപാട് നാളുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാനിത് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അവർണികയോടാണ് ഇതിനൊക്കെ നന്ദി പറയേണ്ടത്. പാവം അവർണിക ഒരുപാട് കഷ്ടപ്പെട്ട് കിഷോർ അറിയാതെ കഷ്ടപ്പെട്ട് എടുത്ത ആ ഒരു വീഡിയോ ക്ലിപ്പാണ് ഇതിനെല്ലാത്തിനും വഴിതെളിച്ചിരിക്കുന്നത്. ഇനി തിങ്കളാഴ്ച നമുക്ക് കാത്തിരിക്കാം. തിങ്കളാഴ്ച നമുക്ക് കാത്തിരിക്കാം. ഈ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വരും തിങ്കളാഴ്ച രാവിലെ. തിങ്കളാഴ്ച ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റുക. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു, ഞാൻ ഭയങ്കര ഓവർ മേക്കപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന സീരിയലിൻ്റെ റിവ്യൂ ആണല്ലോ. സീരിയൽ ആർട്ടിസ്റ്റുകളാരും മേക്കപ്പ് ഇല്ലാതെ അല്ലല്ലോ വന്നിരുന്ന് അഭിനയിക്കുന്നത്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ശരിക്കും പുറത്തേക്കൊക്കെ പോകുന്നതും. ഈ ലിപ്സ്റ്റിക്ക് മാത്രം അങ്ങനെ ഇത്രയും ഉപയോഗിക്കാറില്ല എന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ റിവ്യൂ പറയുന്ന ആളിൻ്റെ മേക്കപ്പ് നോക്കണ്ട, റിവ്യൂ മാത്രം ശ്രദ്ധിച്ചാൽ മതി. റിവ്യൂവിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. റിവ്യൂ പറയുന്ന ആളുടെ മേക്കപ്പോ ഡ്രസ്സോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി വീഡിയോ എല്ലാവരും ഇഷ്ടമായവരെല്ലാം ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. എനിക്ക് ഭയങ്കര മറവിയാണ്, നിങ്ങൾക്കത് ഉണ്ടോയെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.